சொட்ட சொட்ட நனையுது താജ്മഹൽ കൊടയൊന്ന് താകിളിയേ. ഹായ് ഫ്രണ്ട്സ്, ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ഈ ഗാനം മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗാനരംഗം കണ്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേര് ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയുകയുണ്ടാകില്ല. 1999 ഇറങ്ങിയ താജ്മഹൽ എന്ന സിനിമയിലെ ഗാനമാണിത്. AR റഹ്മാനാണ് ഈ ഗാനത്തിൻ്റെ അടക്കം ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ ഒക്കെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പേര് പറയാം, മനോജ് ഭാരതിരാജ. അതെ, തമിഴിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സംവിധായകനും എഴുത്തുകാരനും നടനുമൊക്കെ ആയിട്ടുള്ള ഭാരതിരാജയുടെ മകനാണ് മനോജ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം തന്നെയാണ്, അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള ചിത്രമാണ് താജ്മഹൽ എന്ന് പറയുന്നത്. നായികയായിട്ട് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് റിയാസൻ ആണ്. 1976 സെപ്റ്റംബർ 11 മധുരൈ ജില്ലയുടെ ഭാഗമായിട്ടുള്ള കമ്പത്തായിരുന്നു ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 2025 മാർച്ച് 25 ഇദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിക്കുകയും ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്നോ എന്ന് പറയുന്ന ഒരു സംഗീത ട്രൂപ്പിലൂടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കലാരംഗത്തേക്കുള്ള കടന്നുവരവ്. 12ാം ക്ലാസ്സിൽ വെച്ച് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കൊടി വറക്കുതു എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഭാരതിരാജയുടെ തന്നെ സഹായിയായിട്ട് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നു. തുടർന്ന് മണിരത്നമടക്കം നിരവധി സംവിധായകരുടെ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരുടെ കൂടെ ഇദ്ദേഹം അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബോംബെ എന്ന ചിത്രത്തിൽ അടക്കം അദ്ദേഹം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിൽ നിന്ന് തിയേറ്റർ ഓഫ് ആർട്സ് ബിരുദമൊക്കെ ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മകനെ ഒരു വളരെ നല്ല നടനായിട്ട്, മികച്ച നടനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ട് തന്നെയായിരുന്നു താജ്മഹൽ 1999 ഭാരതിരാജ തന്നെ സംവിധാനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായി തീർന്നു. നിരൂപകരുടെയൊക്കെ വളരെ നല്ല പ്രശംസ നേടി. ചിത്രത്തിലെ AR റഹ്മാൻ്റെ ഗാനങ്ങളൊക്കെ വൻ ഹിറ്റായി. തുടർന്ന് KS രവികുമാർ സംവിധാനം ചെയ്തിട്ടുള്ള സമുദ്രം എന്ന ശരത് കുമാർ മുരളി ചിത്രത്തിൽ ഇദ്ദേഹം ഒരു പ്രധാന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചു. ചിത്രം വൻ ഹിറ്റായിരുന്നു. മുരളി തന്നെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള കടൽപ്പൂക്കൾ എന്ന സിനിമയിലും ഒരു പ്രധാന വേഷം മനോജിന് ലഭിക്കുകയുണ്ടായി. ഇതിനിടയിൽ ഒരു പിന്നണി ഗായകൻ എന്ന രീതിയിലും അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. മറ്റൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം പറയാം, എന്തിനിലെ രജനിയുടെ ബോഡി ഡബിളായിട്ട്, അതായത് കുട്ടിയുടെ ബോഡി ഡബിളായിട്ട് പല രംഗങ്ങളിലും അഭിനയിച്ചിട്ടുള്ളത് മനോജ് ആയിരുന്നു. ഈയിടെ ഇറങ്ങിയിട്ടുള്ള ആമസോൺ പ്രൈമിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ത്രില്ലർ വെബ് സീരീസ് ആയിട്ടുള്ള സ്നേക്സ് ആൻഡ് ലാഡേഴ്സിലെ മഹാലിംഗം എന്ന് പറയുന്ന ഒരു പ്രധാന വേഷവും മനോജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. തൻ്റെ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള ചിത്രമായിട്ടുള്ള താജ്മഹലിലെ ഈച്ചി എലുമിച്ചി എന്ന് പറയുന്ന ഗാനം അദ്ദേഹം തന്നെയാണ് പാടിയത്. ഈ ഗാനം അന്ന് വൻ ഹിറ്റായിരുന്നു. തുടർന്ന് 16 വയതിലെ എന്ന ചിത്രത്തിലെ പല ഗാനങ്ങളും മനോജ് ആലപിച്ചിട്ടുണ്ട്. 2006 നടി കൂടിയായിട്ടുള്ള നന്ദനയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഇവരുടെ വിവാഹം നടന്നിട്ടുള്ളത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നന്ദന ഒരു കോഴിക്കോട്ടുകാരിയാണ്. നന്ദന ആരാണെന്ന് വെച്ചാൽ സ്നേഹിതൻ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിനെ അഭിനയിച്ചിട്ടുള്ള ആ വ്യക്തിയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഹൃദയാഘാതം മൂലമായിരുന്നു ചെന്നൈയിൽ വെച്ച് ഇദ്ദേഹം അന്തരിച്ചത്. നേരത്തെ ഒരു മാസം മുന്നേ തന്നെ ഇദ്ദേഹത്തിന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു. മനോജ് ഭാരതിരാജയുടെ അകാല വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ഒരു അനുശോചനം അർപ്പിക്കുന്നു. ബൈ.